السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم وزد وبارك على من لا نبي بعده على آله وصحبه الطيبين الطاهرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അത്തരം ആൾക്ക് അള്ളാഹു ഒരുക്കി വഹിക്കുന്ന സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മുൻപ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സഹോദരൻ ഉന്നയിച്ച സംശയം, ഇയ്യാക നഅ്ബുദു എന്ന് എന്തിനാണ് ബഹുവചനത്തിന്റെ രൂപത്തിൽ നമ്മൾ പറയുന്നത് എന്ന്. സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയം, കാരണം അത് തെറ്റൊന്നുമല്ല ആ സംശയം ഉണ്ടാവുക എന്നുള്ളത്. ഖുർആൻ ചിന്തിക്കാനും ആലോചിക്കാനും ശരിക്ക് പഠിക്കാനും തന്നെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും മനസ്സിലാകാത്തത് അത് പഠിക്കാനും അറിയാനുള്ള നമ്മുടെ തൃഷ്ണ അതേറെ ഗുണകരമാണ് വിശുദ്ധ വിഷയത്തിൽ. കാരണം ഖൈറുക്കും, നിങ്ങൾ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞിട്ട് താൻ പഠിക്കുന്നവനെയും പഠിപ്പിക്കുന്നവനെയും. അപ്പൊ പഠിക്കുക എന്നുള്ളത് വെറുതെ ഒരു കേട്ടുപോകലല്ല, മറിച്ച് അതെന്താന്ന് മനസ്സിലാകണം. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണെങ്കിൽ പറഞ്ഞു തരാൻ കഴിയും. രൂപത്തിൽ ഒരു ഗഹനമായ പഠനം നമുക്ക് സാധ്യമാകുമെങ്കിൽ അത് തന്നെയാണ് ഖൈർ. ചോദിച്ച ചോദ്യം അതാണ്, എന്തിനാണ് ഇയ്യാക നഅ്ബുദു ബഹുവചന രൂപത്തിൽ ഞങ്ങൾ എന്നാ പറയണത്? ഞാൻ എന്ന് പറഞ്ഞ പോലെ സ്വാഭാവികമാണ്. നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കാതെ ജമാഅത്ത് നമസ്കാരം അല്ലാതെ സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അപ്പോഴും ഞങ്ങൾ ഞങ്ങൾ സഹായം ഞാൻ എന്ന് പോരാ. ഇതാണ് എൻ്റെ ഒരു വലിയ അത്ഭുതം. മനുഷ്യ അഹങ്കാര ഞാൻ മതി, അനാനിയത്ത് എന്ന് പറഞ്ഞേ ഞാൻ എന്ന ഭാവം, അത് പല സുഖവചനങ്ങളും പല ആയത്തുകളും നമുക്ക് കാണാൻ കഴിയാം. വിഷയവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർക്കിടയിൽ ഗഹന ഒരു നല്ലൊരു വളരെ ആഴത്തിലുള്ള ചർച്ച നടന്നിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പറയുന്നത് രണ്ട് രൂപത്തിലാണ്. എന്തിനാണ് ബഹുവചനമായ ഞങ്ങൾ എന്ന് ഉപയോഗിക്കുന്നത്? ഒരു ഭാഗം പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഒന്നാമത് എല്ലാവരും ഏകോപിച്ച് പറയുന്നു ഇത് അള്ളാഹുവിന്റെ വാക്കാണ്. അള്ളാഹു ആണ് തീരുമാനിക്കുന്നത് എങ്ങനെ അത് പറയണം, എന്ത് പറയണം. ആ തീരുമാനിച്ചെന്ന് ഒരുപക്ഷെ നമുക്ക് ന്യായങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം, ഒരുപക്ഷെ നമുക്ക് അജ്ഞാതമായിരിക്കാം. കാരണം അള്ളാഹു പറഞ്ഞു, വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ കുറച്ച് മാത്രമേ നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത്രേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് കണ്ടെത്തിയാൽ പോലും തീരാത്തത്ര യുക്തിയും ഹിക്മത്ത്, അറിവ്, തത്വജ്ഞാനം ഒക്കെ റബ്ബിന്റെ അടുക്കൽ നമ്മൾ എത്രയോ വിശാലമായി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അറിവ് വിശാലമാണെന്ന് പറയുന്നത്. അതാ ഒന്ന് നൽകുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ, നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ പക്ഷെ ആയിരിക്കാം
ബഹുബികള് എന്ന് നമ്മൾ നോക്കുക ഒരൊറ്റ വ്യക്തിത്വമാണ് അല്ലെ. ഞാൻ എന്നാണ് നമ്മൾ പറയാ. ഇതൊക്കെയുണ്ട്. നമ്മുടെ കണ്ണുണ്ട്, നമ്മുടെ കാത്, നമ്മുടെ നാടിനമ്പുകളൊക്കെ എണ്ണിയാൽ ഒടുങ്ങാതെ എന്തൊക്കെയൊക്കെ കൂടിച്ചേർന്നുണ്ടായ അപ്പൊ തിരിച്ചാണ് അള്ളാഹു ഒന്ന് ആലോചിക്കാനും ഒന്ന് ചിന്തിക്കാനും ഞാനെന്ന് പറഞ്ഞ് പെരുമ നടിക്കേണ്ടതില്ല, ഞങ്ങളെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക തന്നെയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ കണ്ണ് നമ്മുടെ നിയന്ത്രണത്തിലാണ്, നമ്മുടെ കാത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ ഉറങ്ങാനും വളരാനും കഴിയണ്ടേ? പിന്നെ എന്തിനാണ് ഞാൻ ഉറങ്ങിപ്പോയി ഇന്നെന്തിനാ പറയണേ? നമ്മുടെ ശരീരം നമ്മുടെ നിയന്ത്രണത്തിലാവണ്ടേ? ആവണില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലൊന്നും നടക്കണല്ലോ. ചിലപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടല്ല നമ്മൾ വിചാരിച്ച മാതിരി തന്നെ നടക്കും. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടി പഠിപ്പിച്ചത്. അപ്പോ ഈ ഓരോ അവയവങ്ങൾ, ഓരോ വസ്തുവും അള്ളാഹുവിന്റെ എത്തുമ്പോ നമ്മൾ എന്ന് പറയുന്ന ഈ നമ്മളല്ലാതായി മാറും. അതുകൊണ്ടാണ് നമ്മൾ വയ്ക്കുമ്പോൾ പറഞ്ഞ സമയത്ത് അള്ളാഹു പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, കൈ സംസാരിക്കും, തൊലി സംസാരിക്കും. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഈ സംസാരിക്കുന്ന ആളോട്, നമുക്കെതിരെ സാക്ഷി പറയുന്ന നമ്മുടെ കണ്ണ്, കൈകള്, കാലുകള്, തൊലികളോട് ചോദിക്കാണ്, എന്തിനാ അലിമ ഷഹിത്തും അലൈന, ഞങ്ങൾക്കെതിരെ എന്തിനാ നിങ്ങൾ സാക്ഷി പറഞ്ഞതെന്ന് ചോദിക്കാൻ. അപ്പൊ അത് നമ്മളല്ല. നമ്മൾ നമ്മളതാണെന്ന് വിചാരിച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഞാൻ എന്ന് പറഞ്ഞ ഒരു അഹങ്കാരത്തിന്റെ സ്വരത്തിൽ പറയാൻ മാത്രം ഒന്നുമില്ല. അതുകൊണ്ട് ഈ കാണുന്നത് മുഴുവനും കണ്ണും കാതും മസിലുകളും എല്ലുകളും ജോയിലുകളും ഒക്കെ എന്നെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു പ്രതിജ്ഞ ചെയ്യാണ്. ഒരു വ്യാഖ്യാനം അങ്ങനെ. രണ്ടാമത് ഭിന്നത്തിന്റെ അങ്ങേയറ്റമാണ് എന്നാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുമ്പോൾ ആ പ്രതിജ്ഞക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങള് താഴ്മയുടെയും നിസ്സാര ബോധ്യപ്പെടുകയും പദങ്ങളാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന പകരം ഞങ്ങൾ അത് നമ്മുടെ നിസ്സാരതയെ ബോധ്യപ്പെടുത്തി നമ്മുടെ പിന്നെ ആളുടെ അർത്ഥത്തിലെ ഇപ്പോ നമ്മൾ ഏതെങ്കിലും ഒരാളെടുക്കും സാധാരണ നാട്ടിലെല്ലാവരും അതിൽ ഒരു അഹങ്കാര സ്വരത്തിൽ ഞങ്ങൾ അധികം ഞാൻ പറയുള്ളൂ. അപ്പൊ ഈ രണ്ട് വ്യാഖ്യാനങ്ങളാണ് അതിന് നമുക്ക് ശരി തോന്നുന്ന രൂപത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഭാഗം അതുപോലെ ഇത് ഈ ബഹുവചനത്തിലൂടെ ഇതാണ് അതിന്റെ ഉത്തരമായിക്കൊണ്ട് പറയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ നസ്തഈൻ ഇസ്തിആനത്ത് നടത്തുന്നു. ഇയ്യാക എന്നുള്ള പദം നസ്തഈൻ എന്ന് പറയുന്ന ആ ഫിഅലിന് മുമ്പിൽ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ പത്തിന് മുമ്പിൽ വന്നതുകൊണ്ട് നൽകപ്പെടുന്ന ഒരു അർത്ഥമാണ് ഹസ്റിന്റെ അർത്ഥം എന്നാണ്. ഹസ്ർ എന്ന് പറയുന്നത് മാത്രം, അത് നൽകണമെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ മാത്രം ഒരുപാട് ഒരു നിന്നോട് മാത്രമേ സഹായം തോന്നുന്നു പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിനോട് വേറൊരാളോടും സഹായം പറയുമ്പോ
നമ്മൾ നമ്മുടെ ഒരുപാട് മക്കളോടും അയൽപ്പക്കക്കാരോട് കുടുംബക്കാരോടൊക്കെ സഹായം തരാറുണ്ട്. ഗവൺമെന്റിനോട് സഹായം ചോദിക്കും, പോലീസിനോട് ചോദിക്കാറുണ്ട്, ഡോക്ടറോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ കഴിവും പ്രാഗൽഭ്യവും ഉണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്നും വല്ല സഹായവും ലഭിക്കുമെന്ന് തോന്നിയാൽ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്. ഇതൊക്കെ പാടുണ്ടോ? ചില ആളുകൾ പറയാറുണ്ട്, അള്ളാഹിനോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകളോടും സഹായം ചോദിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അവർ ഡോക്ടറെ അടുത്ത് പോവാറുണ്ടല്ലോ. അതുപോലെ തന്നെ എഞ്ചിനീയറോട് വീട് വെക്കുന്ന സമയത്ത് സഹായം ചോദിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോവാറുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ മനുഷ്യന്മാർ പരസ്പരം തരുന്ന സഹായങ്ങൾ എടുത്തു പറയാറുണ്ട്. പിന്നെ എന്താ ഈ അള്ളാഹിനെ മാത്രം എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അപ്പൊ അവരെന്നെ അള്ളാഹിനെ മാത്രം എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ അള്ളാഹിനോട് മാത്രം അല്ല സഹായം തേടുന്നത് എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ പറ്റിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ച് അത് എന്താണ് ഈ നിന്നോട് മാത്രമുള്ള സഹായം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം ഖുർആനിലെ ആദ്യത്തെ വ്യാഖ്യാതാവായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ള ഭാര്യയോട് വെള്ളം ചോദിച്ചിട്ടുണ്ട്, റൊട്ടി ചോദിച്ചിട്ടുണ്ട്, സ്വഹാബത്തിനോട് വുളു എടുക്കാൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, തൻ്റെ ചുറ്റിലും സഹവസിച്ചിരുന്ന തൻ്റെ കൂട്ടുകാരോട്, ഭാര്യമാരോട്, ചെറിയ കുട്ടികളോട്, മുതിർന്ന ആളുകളോട്, ഒരു പക്ഷെ ശത്രുക്കളോട് പോലും, മുസ്ലിം അല്ലാത്ത ആളുകളോടും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് 5 നേരം നിർബന്ധമായും അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെയും റബ്ബേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോ രണ്ട് തരത്തിലുണ്ട് എന്ന് മനസ്സിലായി. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ആ നിന്നോട് മാത്രം തേടുന്ന സഹായം അത് ഏതാ? ആ സഹായത്തിൽ പെട്ടതല്ല അയൽപ്പക്കക്കാരോട് എന്നെ ഒരു ടോർച്ചുണ്ടോ, കുറച്ച് ഉപ്പ് തരുമോ, അതല്ലെങ്കിൽ ഭർത്താവിനോട് എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തരുമോ, ഭാര്യയോട് എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നു തരുമോ, ചായ കൊണ്ടുവന്നു തരുമോ എന്ന് ചോദിക്കുന്നതും അള്ളാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ എന്ന് പറയുന്ന സഹായത്തേട്ടവും രണ്ടും രണ്ടാണ്. ആരാ പഠിപ്പിച്ച്? നമ്മൾ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ആയിഷ ബീവിയോട് ആയിഷ കുറച്ച് വെള്ളം വേണം എന്ന് നബി പറഞ്ഞത്. ഖദീജ ബീവിനോട്, അതുപോലെ നബീചരന്മാരായ ആളുകൾ, നബി സേവകരായിരുന്ന അനസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. ഏതാ ആ രണ്ടും? എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? ഈ മനുഷ്യരോട് അവരുടെ കഴിവിന് ഉള്ളിലുള്ള, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് സഹായം ചോദിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയത്തിൽ. അതേതാ? വെള്ളം കൊണ്ടുവന്നരാ, അത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്വാഭാവികമായി നമ്മൾക്ക് കണ്ട് പരിചയിച്ച ഒരു കാര്യമാണ്. അതിലൊരു അമാനുഷികതയുടെ ആവശ്യമല്ല. ഒരു സാധാരണ മനുഷ്യന് കഴിയുന്ന കാര്യം. കുറച്ച് വെള്ളം കൊണ്ടുവരാ. ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ നിങ്ങളെല്ലാവരും യുദ്ധത്തിന് പുറപ്പെടണം, അതുപോലത്തെ യുദ്ധത്തിൽ ഞാൻ പറഞ്ഞ രൂപത്തിലായിരിക്കാം മുന്നേറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് തന്റെ അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ റൊട്ടി വിശക്കണ സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം ആവശ്യപ്പെടുക. ഈ രൂപത്തിലൊക്കെയുള്ള സഹായം, ഇത് മനുഷ്യർ പരസ്പരം അവരുടെ കഴിവിന്റെ ഉള്ളിലുള്ള അള്ളാഹു അവർക്ക് നൽകിയ ഖുദ്റത്തിൽ നിന്നും ചോദിക്കുന്ന സഹായമാണ്. ഇത് നമുക്ക് അനുവദനീയമാണ്. അപ്പൊ ഡോക്ടറെ അടുത്തേക്ക് പോവാ, അവര് പഠിച്ച് മനസ്സിലാക്കി അവർക്കറിയാവുന്ന വിഷയത്തിൽ അവരോട് ചോദിക്കുകയാണ്. എഞ്ചിനീയർ അടുത്ത് പോയിട്ട് നമ്മൾ ഒരിക്കലും എനിക്ക് വല്ലാതെ വയറുവേദന, നിങ്ങൾ ഒന്ന് നോക്കുമോ എന്ന് പറയില്ലല്ലോ. ഡോക്ടറെ അടുത്ത് പോയാണ് എനിക്ക് വീടിന് നല്ലൊരു പ്ലാൻ വരച്ചു തരണം എന്ന് അറിയാൻ പറയോ? ഇല്ല. അവരവർ പഠിച്ച, അവർക്ക് അള്ളാഹു നൽകിയ ആ അറിവിൽ നിന്ന് അവർക്ക് സാധ്യമായ കാര്യത്തിൽ അവരോട് ചോദിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് അള്ളാഹു പറഞ്ഞത്, തആവനു,
നിങ്ങൾ പരസ്പരം സഹായിക്കണം. ആരാ പറഞ്ഞത്? അള്ളാഹ് പറയാൻ, നിങ്ങൾ പരസ്പരം സഹായിക്കണം. തആവനു, പരസ്പരം ഇസ്തിആനത്ത് നടത്തണം. എന്തിന്റെ വിഷയത്തില്? ബിർറിലും തഖ്വയിലും, നന്മ ചെയ്യാനുള്ള കാര്യത്തിൽ, തഖ്വയുടെ വിഷയത്തില്. വലാ തആവനു, നിങ്ങൾ സഹായം ചോദിക്കരുത് അലൽ ഇസ്മി വൽ ഉദ്വാൻ, പരസ്പരം ശത്രുത ഉണ്ടാക്കുന്ന കാര്യത്തിൽ, പാപം ചെയ്യാൻ. അത് രണ്ടും നിങ്ങൾ സഹായം ചോദിക്കും. ഇപ്പൊ ഒരാൾക്ക് എനിക്ക് കുറച്ച് കഞ്ചാവ് വേണം, കുറച്ച് ലഹരി വേണം, ഒന്ന് കൊണ്ടുവരുമോ? ചെയ്യാൻ പാടില്ല, സഹായം ചെയ്യാൻ പാടില്ല. ആ സഹായം ചെയ്യാൻ പറ്റുമേ? ഇയാൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് സഹായം ചോദിച്ചാൽ സഹായം ചെയ്തു കൊടുക്കണോ? ഇല്ല, ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. അപ്പൊ ചില സഹായത്തേട്ടം ഹറാമാണ്, ചില സഹായത്തേട്ടം നിർബന്ധമാണ്, ചിലത് അനുവദനീയമാണ്, ചിലത് ഷിർക്കാണ്. ഷിർക്കായത് ഏതാ നമുക്ക് പറയാം. ഇപ്പൊ നമ്മള് അനുവദനീയമായതും ഹറാമും പറഞ്ഞു. ഏതാ? അനുവദനീയമായ, സഹായിക്കൽ അനുവദനീയമായ വിഷയങ്ങളിൽ ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിൽ പരസ്പരം സഹായിക്കണം. ആ അനുവദനീയമായ കാരണം ചിലപ്പോൾ നിർബന്ധമായ സഹായങ്ങൾ ഉണ്ടാവും. അതെന്താ? ഒരാള് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, ചിലപ്പോ ബ്ലഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം, അതല്ലെങ്കിൽ പിന്നെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാതെ ദാഹിച്ച് പ്രയാസപ്പെടുന്ന സമയം, ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടും, ഇതൊക്കെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാൽ അയാൾക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ അള്ളാഹ് ചോദിക്കും, ഞാൻ വിശന്നിരുന്ന സമയത്ത് നീ എന്നെ എന്റെ അടുത്തേക്ക് വന്നില്ലല്ലോ, ഞാൻ ദാഹിച്ച് പ്രയാസപ്പെടുമ്പോ എനിക്ക് കുറച്ച് വെള്ളം തന്നില്ലല്ലോ, അള്ളാഹു ചോദിക്കും. ആ ചോദ്യം നമുക്ക് പ്രയാസം ഉണ്ടാക്കും പരലോകത്ത്. അതുകൊണ്ട് അത്തരം പട്ടിണി കിടക്കുന്നവനെ, ദാഹിച്ച് പ്രയാസപ്പെടുന്നവനെ സഹായം അനിവാര്യമായി ലഭിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. സഹായം നിർബന്ധമായി അല്ലേ? സഹായിക്കുക എന്നുള്ളതും സഹായം ചോദിക്കുക നിർബന്ധമായി. കാരണം എനിക്കിപ്പോ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ, അയാളെ ജീവൻ നഷ്ടപ്പെടും, അയാൾ ഇങ്ങനെ സഹിച്ച് നിൽക്കാൻ പറ്റുമോ? ഇല്ല, അത് ആത്മഹത്യയാണ്. ചോദിക്കണം സഹായം ചോദിക്കുന്ന നിർബന്ധ ഘട്ടങ്ങൾ വരുമ്പോൾ. ഒരാൾ അഭിമാനം അങ്ങേയറ്റം കെട്ടുപോകുന്നൊരു സാഹചര്യം വന്നു, അതെങ്ങനെ ഒരാളെ അഭിമാനം നഷ്ടപ്പെടുക? ഒരാൾ അഭിമാനത്തിന് ഏറെ വില കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതെന്താ? ചിലപ്പോ ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന, ഞാനിപ്പോ ആൾക്കാരോട് എങ്ങനെയാ ഭക്ഷണം ചോദിക്കുക? ഞാൻ നല്ല നിലയിലൊക്കെ കഴിഞ്ഞുകൂടിയ ആളല്ലേ, ഇപ്പൊ ആൾക്കാർ എന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കൂലേ, അപ്പൊ നമ്മൾ ആരോടും ചോദിക്കണ്ട. അത് പാടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ചില ആൾക്കാരെ കടം കൊണ്ട് പ്രയാസപ്പെട്ട് നടുനിവർന്ന് നിൽക്കാൻ പറ്റാത്ത അങ്ങേയറ്റം അവഹേളിതരാകുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഇവരോട്, എനിക്ക് ഇങ്ങനെ കടമുണ്ട്, ഒന്ന് സഹായിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തരാം, എനിക്ക് ഇങ്ങനെ ആവശ്യങ്ങളുണ്ട്, ഒന്ന് സഹായിക്കോ. ഇതൊക്കെ അനുവദനീയമായ, സഹായിക്കുന്നവർക്ക് പുണ്യം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സഹായിച്ചാൽ അവർക്ക് സ്വർഗം ലഭിക്കുന്ന ഒരുപാട് സ്വതക്കകൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ആവാം. എന്നാൽ ഹറാമായ കാര്യങ്ങൾ സഹായിക്കാനും പാടില്ല. സഹായിക്കാൻ കഴിയുന്ന വിഷയമാണെങ്കിൽ പോലും ഒരാളെ ആക്രമിക്കാൻ, ഒരാളെ അഭിമാനം ഇല്ലാതെയാക്കാൻ, തേജോവധം ചെയ്യാൻ, ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനൊക്കെ നമുക്ക് കഴിയും. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് വേണ്ടി സഹായം ചെയ്യാണ്. അത് അവർക്കുള്ള സഹായമല്ലേ. പക്ഷേ അത് മറ്റൊരാളുടെ അഭിമാനത്ത്, മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ദുൽമാണ്, അക്രമമാണെങ്കിൽ പാടില്ല, ഹറാമാണ്. ഇനി ഏതാണ് ഷിർക്ക്? ഷിർക്കായ സഹായത്തേട്ടം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചു തരണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിക്കുന്ന പ്രവാചക ജീവിതം എന്താ? അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ പിന്നെ ഈ ആൾക്കാർ നമ്മളെ വഴിതെറ്റിക്കുന്ന, ഡോക്ടറെ അടുത്തേക്ക് പോകണില്ലേ, എഞ്ചിനീയറോട് ചോദിക്കുന്നില്ലേ, വൈദ്യന്റെ അടുത്ത് പോകുന്നില്ലേ, പോലീസിനോട് ചോദിക്കണില്ലേ എന്നൊന്നും ആരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ ആ സഹായത്തേട്ടം അത് ഷിർക്കല്ല നമുക്ക് മനസ്സിലാക്കാനും കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അവിടെ നിന്നാൽ. ഇനി നോക്കാം നമുക്ക്, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹായത്തേട്ടം? ഷിർക്കാകുന്ന, പാടില്ല എന്ന് പറഞ്ഞ ഒന്ന് മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളോട് അവർ എന്നെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടെ സഹായം ചോദിക്കുക. അത് ഷിർക്ക്. എന്താ കാരണം? അത് പ്രാർത്ഥനയാണ്, ഇബാദത്താണ്. അതെങ്ങനെ അത് പ്രാർത്ഥനയായി? ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് സഹായം ചോദിച്ചാൽ പ്രാർത്ഥനയല്ല,
മരിച്ചു പോയ ആൾക്കാരുടെ സഹായം ചോദിച്ചാൽ പ്രാർത്ഥന അങ്ങനെ ഉണ്ടാവോ? അതെ. അത് എവിടുന്ന് കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. മക്കയിലെ മുശ്രിക്കീങ്ങള് ആര്? മുശ്രിക്കീങ്ങള്. ആ മുശ്രിക്കീങ്ങള് സഹായം തേടിയിരുന്ന ആളുകൾ ആരൊക്കെയാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചില്ലറക്കാരനാണോ? ഖലീലുല്ലാ എന്നുള്ള വിളിച്ച ആളാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അദ്ദേഹം ചില്ലറക്കാരനാണോ? അല്ല. ആ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും സഹായം തേടിയിരുന്ന, ഇസ്തിആനത്ത് നടത്തിയിരുന്ന ആളുകൾ, അതുപോലെ തന്നെ മലക്കുകളോടും ജിന്നുകളോടും സഹായത്തേട്ടം നടത്തിയിരുന്ന ആളുകളാണ് ആര്? മക്കയിലെ മുശ്രിക്കീങ്ങൾ. അവര് മാത്രമല്ല, അക്കാലത്ത് ജീവിച്ച പല ആളുകളും. ആ മക്കയിലും അള്ളാഹുവിനോട് സഹായം തേടിയിരുന്നു, മലക്കുകളോടും ജിന്നുകളോടും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളോടും സഹായം തേടിയിരുന്ന, അതുപോലെ ബിംബങ്ങളോട് സഹായം തേടിയിരുന്ന ഒരു വിഭാഗം ആളുകൾ. അവർ ആ സഹായത്തേട്ടത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പാടില്ല. അവരുടെ മുമ്പിൽ റസൂൽ ഓതി കേൾപ്പിച്ചു കൊടുത്തു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോ അവരിൽ നിന്ന് മുസ്ലിമായി വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ, അലി, മറ്റ് സഹാബികൾ മുഴുവനും റളിയല്ലാഹു അൻഹും, അവർ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന സഹായത്തേട്ടങ്ങൾ നിർത്തുകയും അള്ളാഹുവിലേക്ക് മാത്രമായി സഹായം തേടുകയും ചെയ്തു. എന്നാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടി വാങ്ങാൻ മറന്നില്ല, സഹായം ചോദിക്കാൻ മറന്നില്ല. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകും, എന്നെ ഒന്ന് കൈ പിടിച്ച് എഴുന്നേൽക്കും, എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടായില്ല. എന്നാൽ അവർക്കുണ്ടായ പ്രയാസം മരണപ്പെട്ടു പോയ മഹാന്മാർ ഇബ്രാഹിം നബിയെ കാക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ, ലാത്തയെ കാക്കണേ, മലക്കെ രക്ഷിക്കണേ, ജിന്നയെ കാക്കണേ എന്ന് പറയാൻ അവർ പോയില്ല. അത് തെറ്റാൻ അവർ ഉൾക്കൊണ്ടു. ഇതന്നെയാണ് നമുക്കും മാനദണ്ഡം. ജീവിച്ചിരിക്കുന്ന ആളുകളോട് അവർക്ക് കഴിവ് കൊടുത്ത വിഷയത്തിൽ സഹായം തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനോടല്ലാതെ മറ്റ് ഏതൊരു സൃഷ്ടിയോടും സഹായം തേടാൻ നമുക്ക് മാതൃകയില്ല. ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിൽ സഹായം തേടൽ അനുവദനീയമല്ല, അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചതിൽ അതിൽ പെടാത്തൊരു സഹായത്തേട്ടമായി പഠിപ്പിക്കപ്പെട്ടത് റസൂലുള്ള കാണിച്ചു തന്നത് അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടുള്ള സഹായത്തേട്ടം മാത്രമാണ്. അതുകൊണ്ട് നമുക്കതാവാം. അതല്ലാതെ മക്കാ മുശ്രിക്കുകൾ തേടിയിരുന്ന മുഴുവൻ സഹായത്തേട്ടങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അത് ശിർക്കൻ വിശ്വാസമാണ്. അത് എത്ര വലിയ മഹാന്മാരാണെങ്കിലും ശരി, മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും അവരോടുള്ള സഹായത്തേട്ടം അത് ഏത് സമയത്താണെങ്കിലും ശരി, അത് ശിർക്കാണ്. ഇത് പഠിപ്പിക്കാത്ത ലോകത്തൊരു പണ്ഡിതനുമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരാള് പോലും അള്ളയല്ലാത്ത ഒരാളോട്, അത് മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളോടോ മലക്കുകളോടോ ജിന്നുകളോടോ ഒന്നും സഹായം തേടിയാൽ ശിർക്കാകാത്തൊരു സഹായത്തേട്ടം ഉണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ല. ഈ ലോകത്ത് എത്ര ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ട്, ഒരുപാട് കിതാബുകളുണ്ട്. അതിൽ ഒരു കിതാബിൽ നിന്ന് പോലും അഹ്ലുസുന്നയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അല്ലാത്ത ആളുകളോട് നിങ്ങൾ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോടോ ജിന്നുകളോടോ മലക്കുകളോടോ നിങ്ങൾ സഹായം തേടിക്കോളൂ, ഒരു വിരോധമില്ല എന്ന് പറഞ്ഞ് ഒരായത്തോ ഹദീസോ തെളിവ് ഉദ്ധരിച്ചിട്ട് ഇതുവരെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല. എന്നാലും നമ്മളെ ചില സഹോദരങ്ങൾ അങ്ങനെ ചില വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നു, ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അത് അപകടകരമാണ്. എന്താ അങ്ങനെ അല്ലാത്ത ആളുകളോട് സഹായം തേടാൻ, പ്രാർത്ഥനാകുന്ന ഇബാദത്താകുന്ന സഹായം തേടാൻ അവർക്ക് പ്രചോദനമേകുന്നത്? അവർ ചില ന്യായീകരണങ്ങൾ കണ്ടെത്താൻ. എന്താ ന്യായീകരണം? നിങ്ങൾ അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ സഹായത്തേട്ടല്ലേ നടത്തുന്നുള്ളൂ, അത് അവർ അല്ലയാണ് ഞങ്ങൾ വിചാരിക്കണമല്ലോ. ചില അങ്ങനെ പറയും. അത് സമദിയത്ത് കൽപ്പിച്ചാൽ അല്ലെ, സ്വയം പര്യാപ്തത, അള്ളാഹുവിനെ പോലെ അല്ലണ്ട് വെച്ചാൽ ഷിർക്ക്, അല്ലെ അല്ല ചെയ്യും പോലെ ചെയ്യും, അല്ല സഹായിക്കുമ്പോൾ വിശ്വസിച്ചാലേ ഷിർക്കുള്ളൂ എന്നാണ്. അല്ല,
അള്ള ചെയ്യേണ്ട കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വിശ്വസിച്ചാൽ ശിർക്ക് വന്നു. അപ്പൊ അതിന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ ന്യായീകരണം എന്താ? അതന്നെയാണ് നമ്മൾ ആൾക്കാർ പറയുന്നത്. നോക്കൂ നിങ്ങൾ, എന്താ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത്? ഞങ്ങൾ ഇവരോട് ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവരോട് ഇസ്തിഗാസ നടത്തുന്നത് ഇവർ അള്ളാഹുവിലേക്ക് ഞങ്ങളെ ശുപാർശകരാണ് എന്ന് നിലക്കാൻ. ഇപ്പൊ ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ നിങ്ങൾ ഞങ്ങളെ കാര്യം അള്ളാഹിനോട് പറഞ്ഞട്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നബിയെ ഞങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞതിലൂടെ എന്ന് ഒരാൾ പറയാൻ ശിർക്കാൻ. എന്താ മക്കാ മുശ്രിക്കുകൾ തന്നെ പറയും. ഖുർആൻ സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അവിടെ പറയാണ് അള്ളാഹ്ക്ക് അവരെ ഇബാദത്ത് അർപ്പിച്ചിരുന്നു, അല്ലാത്തവർക്കും ഇബാദത്ത് അർപ്പിച്ചിരുന്നു. അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് അർപ്പിച്ചിരുന്ന ആളുകൾ പറഞ്ഞിരുന്ന വാക്കെന്താ? വയഖൂലൂന ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് എന്ന് വയഖൂലൂൻ അവർ പറഞ്ഞിരുന്നു. നമ്മളെ ആൾക്കാർ എന്താ പറഞ്ഞ ന്യായം? നമ്മളെ കൂട്ടത്തിൽ അല്ലാത്ത ആളുകളോട് ദുആ ആകുന്ന ഇസ്തിആനത്ത്, സഹായത്തേട്ടം, ഇസ്തിഗാസ നടത്തുന്ന ആൾക്കാർ എന്താ പറയണത്? അവര് പറഞ്ഞ ഇതേ കാര്യം, ഇവർ അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങളെ ശുപാർശകരാണ്. അതാര് പറഞ്ഞിരുന്ന ന്യായീകരണം? ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അവരുടെ മരണശേഷം അവരോട് സഹായം അഭ്യർത്ഥിച്ചിരുന്ന, ഇസ്തിഗാസ നടത്തിയിരുന്ന ആളുകൾ പറഞ്ഞിരുന്ന ന്യായീകരണം. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. ഈ കാര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അവരോട് നമ്മൾ പിന്നെ ഈ സഹായത്തേട്ടം നടത്തുന്നത്, ഈ ഇസ്തിഗാസ നടത്തുന്നത്, ഇസ്തിആനത്ത് നടത്തുന്നത് ആണെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. ശരിക്കും മനസ്സിലാക്കണം. രണ്ടാമത്തെ ന്യായീകരണം എന്താണ്? അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഇതേ കാര്യത്തിന്റെ മക്കാ മുശ്രിക്കുകളും പറഞ്ഞിരുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയാണ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകളെ അവർ സ്വീകരിച്ചിരുന്നു. ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളാണെന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ ഔലിയാക്കന്മാരാണ് ഇവര് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർ സ്വീകരിച്ചിരുന്നു കുറച്ച് ആൾക്കാരെ. എന്നിട്ട് അവരോട് അവർ ഇസ്തിഗാസയും ഇസ്തിആനത്തൊക്കെ നടത്തി ദുആ ആകുന്ന, ഏതുപോലെ യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹിറൻ അലൽ എന്നൊക്കെ പറഞ്ഞ് പാട്ടുകടയല്ലേ? അതെ, എന്റെ അവലംബമേ, എന്റെ സഹായമേ, എന്റെ പ്രയാസങ്ങൾ നിങ്ങൾ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുള്ളയുടെ സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് നബിനോട് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ദിഫായി ഷെയ്ഖിനെ വിളിക്കാറുണ്ട്, അജ്മീർ ഖ്വാജയെ വിളിക്കാറുണ്ട്, വേറെ ചില ആൾക്കാര് മറ്റു പലരെയും വിളിക്കാറുണ്ട്. ഈ വിളി എന്തിനാണ്? അത് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്, അവർ അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചിരുന്ന ആളുകൾ പറയുന്ന വാക്കെന്താണ്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. എന്നാലോചിച്ച് നോക്കൂ, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് അർപ്പിക്കുന്നത് എന്താ? അവർ അർപ്പിക്കുന്ന ഇബാദത്ത് അവർ അള്ളാഹിനെ വിശ്വസിച്ചാണ്ടാണോ? നിസ്കരിക്കണ്ടോ? അവർക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യുന്നുണ്ടോ? നോമ്പ് വെക്കുന്നുണ്ടോ? അതൊന്നുമില്ല. പിന്നെന്താ? അവരോട് ഈ നടത്തുന്ന സഹായത്തേട്ടം, ലാത്തെ രക്ഷിക്കണേ, മനാത്തെ രക്ഷിക്കണേ, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ, ഈ സഹായത്തേട്ടം നടത്തും. ഇതെന്തിനു വേണ്ടിയാ? ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് അവർ ഞങ്ങളെ അടുപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അള്ളാഹിന്റെ സാമീപ്യം അവർ ഞങ്ങൾക്ക് നേടിത്തരും. നമ്മളാൾക്കാർ പറഞ്ഞു വന്നല്ലേ, എന്തിനാ മുനമ്പത്തെ ബീവിന്റെ അടുത്ത് പോണത്, എന്തിനാ ഉച്ചറപ്പാപ്പാന്റെ അടുത്ത് പോകണത്, എന്തിനാ ഭീമാപള്ളി മെച്ചന്റെ അടുത്ത് പോകണത് എന്ന് ചോദിച്ചാൽ, എന്തിനാ അജ്മീർ ഖാജനെ വിളിക്കണത്, എന്തിനാ ബദരീങ്ങളെ വിളിക്കണത്? അവരൊക്കെ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും അടുത്തടുത്ത വലിയ അടുപ്പുള്ള ആൾക്കാരാ, നമ്മളെയും കൂടി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശിർക്കായോ? മക്കയിലെ ആളുകൾ പറഞ്ഞിരുന്ന അതേ ന്യായീകരണം രണ്ടാമത്തത്. മൂന്നാമത് വേറൊരു ന്യായീകരണം പറയാറുണ്ട്. അതെന്താണെന്നറിയോ? ആ പറഞ്ഞ ന്യായീകരണം നമ്മളെ ആൾക്കാരെന്താ, ഇത് ഞങ്ങളെ തലമുറകളായി കൈമാറി വന്നതാണ്. വാപ്പാന്റെ വാപ്പ, വല്യാപ്പാന്റെ വല്യാപ്പ, ഇങ്ങനെ തലമുറകളായി കൈമാറി വന്നതാണ് ഞങ്ങൾ നടത്തുന്ന ആചാരങ്ങൾ. അതൊക്കെയാ ഉറൂസ്, ചന്ദനക്കുടം, അതുപോലെ തന്നെ അതിലൊക്കെ എന്താ ഉള്ളത്? അവിടെ മറമാടി കിടക്കുന്ന ഔലിയാന്റെ പേര് പറഞ്ഞിട്ട്, വലിയന്റെ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബീവിയുടെ പേര് പറഞ്ഞിട്ടുള്ള ദുആകളാണ്, പ്രാർത്ഥനകളാണ്. അങ്ങേയറ്റം പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്, സഹായിക്കണേ എന്ന് പറയാണ്.
അവരെ പേരിൽ മാല ചൊല്ലുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ്? ഞങ്ങളെ വാപ്പപ്പന്മാര്, ഞങ്ങളെ ഉമ്മ വല്യമ്മമാര് ഇവരൊക്കെ നിന്ന് കൈമാറി വന്നതാണ് എന്നാണ്. എന്നിട്ട് എന്താ? അതുകൊണ്ടാ ഞങ്ങൾ ചെയ്യണേ. നോക്കൂ നിങ്ങൾ, ഇത് പ്രവാചകന്മാരോട് അവരുടെ അനുയായികൾ മക്കയിലെ മുശ്രിക്കീങ്ങളും ചോദിച്ചിരുന്ന ചോദ്യമാണ്. അവരോട് പറയപ്പെട്ടാൽ, സൂറത്ത് സുമറിലെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാം, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, അല്ലാഹ് ഇറക്കിയ ഒന്നുണ്ടല്ലോ, അതെന്താ? ഖുർആൻ. ആ ഖുർആന് പുറമെ പ്രവാചകൻ നൽകുന്ന വഹീകളും ഖുർആനും സുന്നത്തും എന്നർത്ഥം. അതിനെ പിന്തുടരണമെന്ന് അവരോട് പറഞ്ഞാൽ, ഖാലൂ, അപ്പൊ അവര് പറയും, ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാര്, ഞങ്ങളുടെ വാപ്പപ്പാപ്പന്മാര്, ഞങ്ങളുടെ മുൻകഴിഞ്ഞ തലമുറകൾ, അവരിൽ നിന്നും എന്ത് ഞങ്ങൾക്ക് വന്നു കിട്ടിയോ അതിനെ ഞങ്ങൾ പിന്തുടരുന്നവരാണ്. അപ്പൊ വാപ്പയും വാപ്പാന്റെ വാപ്പയും വല്യാപ്പയും വല്യാപ്പാന്റെ വല്യാപ്പൊക്കെ ചെയ്തത് എന്താണോ അത് നമ്മൾ ചെയ്യും. നമ്മളെ വല്യമ്മമാര് തലമുറകളായി കൈമാറി വന്നത് നമ്മൾ ചെയ്യും. എന്നാ ഖുർആനും ഹദീസും പറഞ്ഞത് ചെയ്യൂല. ഇത് ആരുടെ ന്യായീകരണ? മക്കയിലെ മുശ്രിക്കീങ്ങളുടെയും അതുപോലെ പൂർവികന്മാരായി പ്രവാചകന്മാർ അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോ അവരുടെ സമൂഹത്തിന്റെയും പ്രതികരണമാണ്. ഇതന്നെയാണ് ആധുനിക കാലഘട്ടത്തിലെ ആൾക്കാരുടെ പ്രതികരണം. അപ്പോ വളരെ ഗൗരവത്തോടു കൂടെ ഈ പ്രതികരണങ്ങൾ നമ്മൾ ഖുർആനിൽ പഠിക്കണം. ഇവരൊക്കെ എന്താ ചെയ്തത്? ഇവരാരും പറഞ്ഞില്ല അള്ളാനെ പോലെ അല്ല ഉണ്ട് എന്ന്. ഉണ്ടോ? മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചു അള്ളാനെ പോലെ അല്ല ഉണ്ട് എന്നുള്ളത്? ഇല്ല. അതുപോലെ തന്നെ അള്ളാഹു ചെയ്യുന്ന കാര്യം അതുപോലെ ഇവർ ചെയ്യുന്നു പറഞ്ഞോ? ഇല്ല. ഇവരുടെ വിശ്വാസങ്ങൾ എന്താ? നമ്മൾ പറഞ്ഞു, ഇവർ അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കും, അള്ളാഹിന്റെ അടുക്ക് ഞങ്ങൾ ശുപാർശകരാണ്, ഞങ്ങളെ ഉപ്പാപ്പന്മാരൊക്കെ ചെയ്ത കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുന്ന, അത് ഞങ്ങൾ തുടർന്നു പോരാണ്. ഈ ന്യായീകരണം ളലാലത്തിന്റെ, വഴികേടിന്റെ, ഇസ്ലാം എന്ന് പുറത്തുപോയ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാത്ത ആളുകൾ പറഞ്ഞ അതേ ന്യായീകരണം. ഇനി ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. വേറൊന്ന് നമ്മൾ ആൾക്കാരെ പറയാറുണ്ട്, എന്താ? ഈ മഹാന്മാരായ ആളുകൾക്കൊക്കെ അള്ളാഹു കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കണേ. മൊയ്തീൻ ഷേഖിന് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്, റിഫായി ഷേഖിന് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്, അജ്മീർ ഖ്വാജക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്, മൊനമ്പത്തെ ബീവിക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്, ഓച്ചുറപ്പാപ്പാക്ക്, ഭീമാപള്ളി ഉമ്മച്ചക്ക്, അതുപോലെ തന്നെ മടവൂര് ഷെയ്ഖിന്, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ എവിടൊക്കെ ആരൊക്കെയുണ്ടോ ഷെയ്ഖുമാരും ഔലിയാക്കന്മാരും മക്ബറകൾ എവിടൊക്കെ പൊന്തിയിട്ടുണ്ടോ ആളുകൾക്ക് മുഴുവനും അള്ളാഹ് എന്ത് കൊടുത്തിട്ടുണ്ട്? കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കണേ. അതല്ല ഞങ്ങൾ ഓല ആരാധിക്കുന്നൊന്നുമില്ല. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ശരിക്കും ആരാ പറയണത്? അള്ളാന്റെ റസൂൽ. അതിനേക്കാളും വലിയ ആളുകൾ ഞമ്മക്കുണ്ടോ? റസൂലിനേക്കാളും വലിയ ആളുണ്ടോ? ഇല്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അദ്ദേഹം ഇങ്ങനെ ഹജ്ജിന്റെ സീസണിൽ മക്കത്ത് ഇരിക്കുന്ന സമയം, അല്ലെ ഉംറ ചെയ്യണതൊക്കെ ആൾക്കാർ കാണുമ്പോൾ അദ്ദേഹം അവിടെ മക്കത്തുണ്ടാവും. ആ സമയത്ത് മുശ്രിക്കുകൾ ഇങ്ങനെ ത്വവാഫ് ചെയ്യും, കഅബനെ ഇങ്ങനെ ത്വവാഫ് ചെയ്യും. ആ ത്വവാഫ് ചെയ്യുന്ന സമയത്ത് മക്കയിൽ ത്വവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാബയെ ത്വവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുശ്രിക്കുകൾ പറയുന്ന ഒരു വാക്ക് പറയാണത്. എന്താ? കാനൽ മുശ്രികൂന യഖൂലൂന ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറഞ്ഞ് നമ്മൾ തൽബിയത്ത് ചൊല്ലാറുണ്ടെന്ന് അല്ലേ? ത്വവാഫ് ചെയ്യുമ്പോൾ ആ രൂപത്തിൽ അവരും ചൊല്ലി, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു, ലബ്ബൈക ലാ ശരീക ലക്, റബ്ബേ നിനക്കുതാ ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, വൈലക്കും, നിർത്തി, ഇനി നിങ്ങൾ പറയില്ലേ, ഇനി നിങ്ങൾ പറഞ്ഞത് നാശമാണ്. ഇതുവരെ പറഞ്ഞൊരു കുഴപ്പമില്ല, അള്ളാന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ടാ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല, പിന്നെ കുഴപ്പം എന്താ ഇനി പറയണേലാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അത് മതി, നിർത്തി എന്ന് പറയും. അപ്പൊ അവര് നിർത്തൂല. ഫയഖൂലു, അപ്പൊ അവര് പറയും, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്, ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനല്ലാതെ,
അപ്പൊ അള്ളാഹ്ക്ക് പങ്കുകാരനില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് പറയാണ്, ഇല്ല റബ്ബേ, ഒരു പങ്കുകാരുണ്ട്, ഒരു കൂട്ടം ആൾക്കാരുണ്ട് നിനക്ക് പങ്കുകാരായിട്ട്. അതാരാ? തംലിക്കുഹു വമാ മലക്, അവരെന്തുടമപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ നിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവരുടമപ്പെടുത്തിയപ്പോ അള്ളാഹ് കൊടുത്ത കഴിവേ ഉള്ളൂ. നമ്മളെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ അള്ളാഹു നൽകിയ കഴിവുള്ള ആൾക്കാര്. ഇതാരെ വിശ്വാസം? അള്ളാഹു മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകൾക്ക് നമ്മളെ സഹായിക്കാനൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ആരെ വിശ്വാസം? മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം. എന്നിട്ട് ആ കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കണത്. അപ്പൊ നമ്മളും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? നമ്മളെ നാട്ടിലെ ചില ആൾക്കാർ പറയുന്ന വർത്തമാനം തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും ആ ന്യായീകരണങ്ങൾക്കപ്പുറം പ്രമാണങ്ങൾ ഒരു തെളിവും ഇല്ലാത്തൊരു കാര്യമാണ് ആരാധനയാകുന്ന, ദുആ ആകുന്ന ഇസ്തിആനത്ത് അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ഒരാളോട് നിങ്ങൾ നടത്തുന്ന ഇസ്തിആനത്ത് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയിൽ ഇല്ലാത്ത ഒന്നാണ് എങ്കിൽ, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒന്നാണ് എങ്കിൽ അതിൽ വിശ്വസിക്കാനോ പ്രവർത്തിക്കാനോ നമ്മൾ പാടില്ല എന്ന് പറഞ്ഞത്. മാത്രല്ല, ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് മറ്റൊരു അബദ്ധം, അറിഞ്ഞുകൊണ്ട് ചെയ്യണമല്ല, അറിയാതെ ചെയ്യണം. അതെന്താന്ന് വെച്ചാല് അവർ പറയും, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കണമെന്നില്ലല്ലോ, ഞങ്ങൾ മക്കുപുറയ്ക്ക് പോകണില്ല, അവിടെ ജാറം മൂടണില്ല, പുതപ്പിടണില്ല, തിരി കത്തിക്കുന്നില്ല, ചന്ദ്രത്തിരി നേർച്ച ചെയ്യണില്ല, ഒന്നുമില്ല, എന്തിനാ പിന്നെ നമ്മള്? എന്നാലോ അവര് ചെയ്യാണേ ചെയ്തോട്ടെ, നമ്മളെന്തിനാ അവരെ പിന്നാലെ കൂടുന്നതിനാൽ? ഇത് ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് തന്റെ സമൂഹത്തോട്. ഒരു മുസ്ലിം തന്റെ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ വഞ്ചനയാണ്. കാരണം അവനൊരു കാര്യം അറിഞ്ഞിട്ട്, അതും ഷിർക്കാണെന്ന് പറഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ വിശ്വാസിയുടെ ക്വാളിറ്റി അവർ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് അംറും ബിൽ മഅറൂഫും, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിങ്ങളിൽ ഉണ്ടാവണം. അത് നമ്മുടെ ബാധ്യതയാണ്. അത് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞ അവരെന്താ വിചാരിക്കുക എന്ന് വിചാരിക്കാനേ നിർവാഹമല്ല. അങ്ങനെ വിചാരിച്ചാൽ അവന്റെ ഈമാൻ അവന് പ്രചോദനമാകുന്നില്ല, ഈമാന് വെളിച്ചല്ല എന്നർത്ഥം. അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഈ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും കുഫ്റൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോ അങ്ങനെ മിണ്ടാതിരിക്കാനും പാടില്ല. അതുപോലെ തന്നെ ചില ആൾക്കാര് ഞങ്ങള് ഇപ്പോ അവരോട് പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥിക്കേണ്ടതാണ് എന്നോ അവരോട് സഹായം തേടാമെന്നോ തേടേണ്ടതാണ് എന്നോ തേടിക്കോളിയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? മരണപ്പെട്ട ഇത്തരം ആളുകളോട്, ഇപ്പൊ ജിന്നിനോട് ഒരു ഉദാഹരണം പറയാം, ജിന്നിനോട് സഹായം തേടിയാൽ അത് ഷിർക്കല്ല. എങ്ങനത്തെ ജിന്നിനോട്? ഹയ്യും ഹാദറും ഖാദിറുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാൽ ഷിർക്കല്ല എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു ജിന്നുണ്ടോ? ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നുണ്ടോ? ഇവരെ വർത്താനത്തിൽ തന്നെ അല്ല. പിന്നെ അങ്ങനെ ജിന്നുണ്ടെന്ന് വിശ്വസിക്കണം. ഉള്ള സാധനത്തിനെ പിന്നെ വിശ്വസിക്കണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ബോധ്യപ്പെടാത്ത, കണ്ണുകൊണ്ട് അല്ലെങ്കിൽ അനുഭവങ്ങളെ കൊണ്ട് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ അല്ലെ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ബോധ്യപ്പെടാത്ത. അപ്പൊ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ചെയ്താൽ ആരത് പഠിപ്പിച്ചത്? അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹും റസൂൽ നേരെ തിരിച്ചു പഠിപ്പിച്ചു. എന്താ? ഒരു ഉദാഹരണം പറയാം. നമുക്ക് കാണാം തഫ്സീറുകളിലൊക്കെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്തും മറ്റു പല ആയത്ത് വിശദീകരിക്കുന്നിടത്തൊക്കെ കാണാം ഒരു സംഭവം കാണാം. മക്കാ മുശ്രിക്കീങ്ങളുടെ കാലം, അതും മക്കാ മുശ്രിക്കീങ്ങളുടെ കാലത്ത് നടന്നു തന്നെയാണ്. എന്താ? അവരൊരു യാത്ര പോവുകയാണെങ്കിൽ, ഒരു കച്ചവട ചരക്കുകളൊക്കെയുമായി മറ്റൊരു ദേശത്തേക്ക് യാത്ര പോകുന്ന കച്ചവടക്കാരായിരുന്നല്ലോ അവര് അധികവരും. അങ്ങനെ കച്ചവടത്തിന് പോകുന്ന സമയത്ത് രാത്രിയൊക്കെ ആയാൽ പിന്നെ അധികം ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നാൽ അവർ തമ്പടിക്കും, ഒരു സ്ഥലത്ത് തമ്പടിക്കും, മരുഭൂമിയിൽ തന്നെ. തമ്പടിക്കുന്ന സ്ഥലത്ത് അവരെന്ത് ചെയ്യും? അവർക്കൊരു വിശ്വാസമുണ്ട്, തങ്ങളുടെ ചരക്കുകള്, തങ്ങളുടെ പിന്നെ അടുക്കലുള്ള ഈ മൃഗങ്ങള്, ആടുകള്, ഒട്ടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അവർ പറയും, ആ സ്ഥലത്ത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്നിന്റെ നേതാവിനോട് അവർ ഇസ്തിഹാനത്ത് ചെയ്യും, സഹായം തേടും. ഞങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയും. പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയും. അപ്പൊ അവിടെ ജിന്നിനെ കണ്ടിട്ടാണോ അവര് പറയണത്? അല്ല. ജിന്ന് ഒച്ച ഉണ്ടാക്കിയിട്ടാണോ പറയണത്? അതും അല്ല. ജിന്നിന്റെ ശബ്ദം കേട്ടിട്ടാണോ? അല്ല. ഉണ്ട് എന്നൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ അവര് ജിന്നിനോട് സഹായം തേടി. ആ സഹായത്തേട്ടത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വന്നഹു കാന റിജാലുൻ മിനൽ ജിൻ,
സൂറത്ത് ജിന്നിന്റെ 6-ാമത്തെ ആയത്തിലൂടെ. ആ സഹായത്തട്ടം പച്ച ഷിർക്കാണ്, പച്ച ഷിർക്കാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോ ഇസ്ലാം പഠിപ്പിച്ച ആ വൃത്തത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തു പോയ എവിടുക്ക എത്തുക അറിയില്ല. വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഇസ്തിആനത്ത്, സഹായം തേടുക എന്നുള്ള വിഷയം. ഇസ്ലാമിന്ന് പുറത്തു പോകാൻ വളരെ എളുപ്പമാണ്. ആളുകളെ പറ്റിച്ചിട്ട് ആളുകളെ പുറത്തേക്കാണ് വലിച്ചെറിയാൻ പറ്റിയൊരു സംഭവമാണ്. അധിക ആളുകൾ ഇപ്പൊ അള്ളഹാനോടല്ലാതെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കിട്ടുമോ? ആരാധിക്കാൻ കിട്ടുമോ? അല്ല അല്ലാതെ ഒരു ആരാധന ഉണ്ടെന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുസ്ലിമിനെ കിട്ടുമോ? ഇല്ല. നേരെ മറിച്ച് ഞാൻ വലിയ മുസ്ലിം ആണ് എന്നൊക്കെ പറഞ്ഞ് തൊപ്പിയും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരാള് അല്ല അല്ലാത്ത ഒരാളോട് സഹായം തേടിക്കോളൂ കേട്ടോ, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഓടിപ്പോവില്ലേ? പോയില്ലേ നമ്മുടെ സമൂഹം? ആരടുത്തേക്ക്? മക്ബറകളിലേക്ക് പോയി, ഷെയ്ഖന്മാരുടെയും ബീവിമാരുടെയും തങ്ങന്മാരുടെ അടുക്കലേക്ക് പോയി. ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോ ആരാധനയുടെ ഭാഗമായുള്ള ഇസ്തിആനത്ത് അല്ലെങ്കിൽ ദുആ ഇത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ എന്ന് പറയുന്നിടത്താണ് ഒരു മുസ്ലിമിന് നിലനിൽപ്പുള്ളത്. അത്തരം മുസ്ലിമിനോട് അള്ളാഹു പറയണേ, സൽ, നീ ചോദിച്ചോ, നിനക്ക് എന്താണോ ചോദിക്കാനുള്ളത് അത് ഞാൻ തരാം എന്ന് അള്ളാഹു പറയണത്. ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് എന്റെ അടിമയുടെ കരാറാണ്. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമക്ക് അവൻ എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ കൊടുക്കും എന്ന് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ നമ്മൾ പറയുമ്പോൾ അള്ളാഹു നമ്മോട് തിരിച്ചു പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടും വളരെ ഗൗരവത്തിലും ആഴത്തിലും നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. നമ്മുടെ ഈമാൻ നിലനിർത്താൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഖൈറ് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, നന്മ പ്രതീക്ഷിച്ചുകൊണ്ട്, സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു വലിയ സ്റ്റാൻഡാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് നഷ്ടപ്പെട്ടോ നമ്മുടെ ഈമാൻ അങ്ങ് പോവും, സ്വർഗം നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ അള്ളാഹു മതി, അതിന്റെ അപ്പുറത്തേക്ക് ആരും വേണ്ട. അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ, എന്റെ കൂടെ അള്ളാഹു ഉണ്ടാകും. അതുകൊണ്ട് ദുആ അത് റബ്ബിനോട് മാത്രം. ഇസ്തിആനത്ത് അത് ദുആഇന്റെ തലത്തിൽ വരുന്ന മുഴുവൻ ഇസ്തിആനത്തും അള്ളാഹുവോട് മാത്രം. ദുആഇന്റെ തലത്തിൽ വരാത്ത ഇസ്തിആനത്ത് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പരസ്പരം അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ മാത്രമാണ്. അതല്ലാതെ ദുആ ആകാത്തൊരു ഇസ്തിആനത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ആ സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായ രൂപത്തിൽ നമ്മളെ ജീവിതത്തെ സന്തോഷഭരിതമായ ഇഹലോകവും പരലോകവും നിറഞ്ഞ് സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാട്ടിത്തരട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.